എൻ്റെ വിഷയം ഇതാണ്. ഇന്നും പിണറായി വിജയൻ പറയുന്നത് സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു എന്നാണ്. സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ വെറുതെ ആരും പറയുന്നതല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ വിശ്വസിക്കുന്നത് സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ മറ്റാരോ വെറുതെ പടച്ചുണ്ടാക്കുന്ന എന്നാണ്. അങ്ങനെയല്ല. ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ടെന്നാണ് MP ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിലടക്കം K സുധാകരൻ എന്ന് പറഞ്ഞ KPCCയുടെ പ്രസിഡന്റിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിനെതിരെയുള്ള ആക്ഷേപം കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, അത് യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും പിണറായി വിജയൻ ഉണ്ടാകണം. ഒന്നാമത്തത്. രണ്ടാമത്, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പറയുന്നത് തിരുത്തൽ വരുത്തുമെന്ന. തിരുത്തൽ വരുത്തേണ്ടത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെയോ അല്ല നിങ്ങൾ തിരുത്താൻ പോകേണ്ടത്. ആദ്യം തിരുത്തേണ്ടത് നിങ്ങളുടെ കാരണബോധനയാണ്. തറവാടിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുകഴ്ത്തുന്ന ഈ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് BGM ഇട്ട് അദ്ദേഹത്തെ പുളകം കുളിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വിളിച്ച് പാർട്ടി മീറ്റിംഗിൽ വിളിച്ച് തിരുത്താനുള്ള ആർജവം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണം. ഒന്നും നടക്കാൻ പോകുന്നില്ല. നല്ല ഭരണം കാഴ്ചവെച്ചുവെന്ന്. എന്താ ഇവിടെ നടത്തിയ നല്ല ഭരണം? ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം വലിയ രീതിയിൽ വളരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ മനസ്സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നാട്ടിലെ ഗുണ്ടകളൊക്കെ പോലീസുകാർ നല്ലതാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഗുണ്ടകൾ നടക്കുന്ന സൽക്കാരത്തിൽ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു രീതിയിലും പെൻഷനില്ല, റേഷനില്ല, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധനങ്ങളില്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മോദി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുന്ന സാഹചര്യത്തിലാണ് നവകേരള സദസ്സ് നടത്തുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലാൻ നോക്കുമ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറയുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ കേരളീയം നടത്തി ധൂർത്ത് നടത്തുന്നത്. ഇവിടെ പാവപ്പെട്ട മറിയക്കുട്ടിക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടാത്തത് കൊണ്ടാണ് വൈകുന്നതെന്ന് പറയുന്ന കാലഘട്ടത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്ന കേരളീയം നിങ്ങൾ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പട്ടിണി കിടക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചല്ല കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത്. ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ PSCയിലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 9464 ചെറുപ്പക്കാർ 62 ദിവസത്തെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയെ സാക്ഷിയാക്കി കണ്ണീർ മഴയുമായിട്ട് അവർ വീട്ടിലേക്ക് പോയില്ലേ? പട്ടിണി കിടന്നും മുട്ടിലഴിഞ്ഞും സമരം ചെയ്ത് ആ ചെറുപ്പക്കാരോട് നീതി പുലർത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ അതിര് കിടക്കുന്നു.